ഹലോ, ഞാനപ്പോൾ ഇങ്ങനെ രാവിലെ എണീച്ചിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവായിരുന്നു. ഒരു സ്ഥലത്തേക്കൊന്നുമല്ല, ഡിവിനമെരിനെ ഡ്രോപ്പ് ചെയ്യാൻ പോവാം. ഡിവിനമെരി വർക്ക് പ്ലേസിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. രാവിലെ വിളിച്ചിട്ട് ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്യാമോ, അവനക്ക് വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഡ്രോപ്പ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇനിയിപ്പോൾ സമയങ്ങളെന്തിനാ, ഈ സമയത്ത് തന്നെ നമുക്ക് പറയാനുള്ള അങ്ങ് പറഞ്ഞേക്കാം. ഫസ്റ്റ് ഫെലിക്സിന് ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കണം. അതുകൊണ്ട് പുള്ളിക്കാരൻ മുറിയിലിട്ട് പൂട്ടി അവനെന്തിനാ സിക്കൊക്കെ അടിച്ച് വീട്ടിയിരിക്കുന്നു. എൻജോയിങ് എന്നൊക്കെ നമുക്ക് പുറത്തിരുന്ന് പറയാം, പക്ഷെ അത്ര എൻജോയിങ് ഒന്നും അല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പുറത്തിറങ്ങാൻ പറ്റാതെ ഉണ്ടല്ലോ. ഞങ്ങളവിടെ നിന്ന് തുള്ളി കളിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നു. എനിക്കൊക്കെ ഇത് പണ്ടേ വന്നേക്കൊണ്ട് ഇച്ചിരി ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ വരത്തില്ല എന്നല്ല, എന്നാലും വരത്തില്ല എന്നാണ് ഒരു 90% വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ കൂളായിട്ട് അവിടെ തുള്ളിക്കളിച്ചിരിക്കുന്നു. പുള്ളി സൗണ്ട് ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ പുള്ളിക്ക് പറ്റണില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. കുറച്ച് ദിവസം അങ്ങനെ ഇരുന്നേ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ പുറത്തിറങ്ങാം, കുറെ പാട്ടൊക്കെ ആയിട്ട് പുറത്തേക്ക് വരാം. പിന്നെ ഞാനിപ്പോൾ രാവിലെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്തിങ്ങനെ കഷ്ണമാക്കി ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് വിളിച്ചിട്ട് കറക്റ്റ് ഓക്കെ, ഞാൻ എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് പാർട്ടിലെത്തിക്കായിരുന്നു. ഞാൻ അത് ഫിനിഷ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകും. ഇന്ന് അങ്ങനെ സാധാരണ ഉള്ള നോർമൽ റുട്ടീൻസ് മാത്രമേ ഇന്നുള്ളൂ. ഇന്നങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇന്ന് പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം. അതാണ് മെയിൻ സാധനം. എനിക്ക് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഫുഡ് തീർന്നു പോയി. ഇന്നലെ തന്നെ ഞാൻ തിന്ന് തീർത്തു. ഇന്നിനി വേറെ ഫുഡ് ഉണ്ടാക്കണം. അത്രയൊക്കെ ഉള്ളൂ. ഫുഡ് കഴിക്കണം, രണ്ട് ജോലിക്ക് പോകണം, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം. ദിസ് ഈസ് ഗോയിങ് ടു ബി എ നോർമൽ തിങ്. അങ്ങനെ ഒരു സെറ്റപ്പിലായേക്കാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം ഞാൻ ഉണ്ടാക്കിയെന്നൊക്കെ. ഞാൻ ഇന്ന് വേറൊരു ആവശ്യം വേറെ, അത് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം. ഓക്കെ, ശരി എന്നാൽ.